നമസ്കാരം ജിഷ. നമ്മൾ ഈ കൃഷി എന്നൊക്കെ പറയുമ്പോൾ ജിഷയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്ത് സംഭവമാണ്? കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് ഏക്കർ കണക്കിനുള്ള പാടങ്ങളും ഭൂമിയും ഒക്കെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഏക്കർ കണക്കിന് പാടവും ഭൂമി എന്നൊക്കെ പഴയ കോൺസെപ്റ്റ് ആണ്. ഇപ്പോഴത്തെ ജീവിതശൈലിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം ഈ 3.5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 4 സെന്റ് സ്ഥലം ഒക്കെ ഉള്ള ചെറിയ ചെറിയ പുരയിടങ്ങളൊക്കെയാണ് ആൾക്കാർക്കുള്ളത്. അപ്പോൾ അവിടെ ഈ സൈഡിലൊന്നും കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകത്തില്ല. അത്തരക്കാരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ എങ്ങനെ കൃഷി ചെയ്യുമെന്നുള്ളത്. ശരിയല്ലേ? അതെ, അത്തരത്തിലുള്ള ചോദ്യമുള്ളവർ എത്തപ്പെടേണ്ടത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലുള്ള ഈ സിവിൽ സ്റ്റേഷന്റെ മട്ടുപാവിലാണ്. തീർച്ചയായിട്ടും. അതെ, ഈ മട്ടുപാവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃഷി ഇതിവിടെ ഐറ്റംസ് കാണാൻ പറ്റും. തക്കാളിയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അതുപോലെ വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഒരുവിധപ്പെട്ട പച്ചക്കറികളെല്ലാം ഇവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ചക്കറി തോട്ടത്തിന് വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് മനസ്സിലായോ? അതെ, ഈ മട്ടുപാവിലെ കൃഷി ചെയ്തിരിക്കുന്നത് മണ്ണില്ലാണ്ട്. യെസ്, തീർച്ചയായിട്ടും. അതെ, മണ്ണില്ലാത്ത കൃഷി രീതിയാണ് ഇത്. അതിന് പകരം ഈ ഗ്രോ ബാഗുകളിൽ എന്താ നിറച്ചിരിക്കുന്നത്? പകരം പഴയ പേപ്പറുകളും ചകിരിച്ചോറുമാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര കൗതുകമായിട്ട് തോന്നും. പഴയ വേസ്റ്റ് പേപ്പറുകളും ചകിരിച്ചോറും മാത്രം നിറച്ചുകൊണ്ട് ഇതിനകത്ത് മണ്ണില്ലാത്ത കൃഷി രീതി, അതാണ് ഇവിടെ നമ്മുടെ ചാത്തന്നൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഈ മട്ടുപ്പാവിൽ അവലംബിച്ചിരിക്കുന്ന കൃഷി രീതി. അപ്പൊ നമ്മൾ ഇന്ന് ജനയുഗം ഓൺലൈൻ കൃഷിയുഗത്തിലൂടെ ഇന്ന് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് ഈ ചാത്തന്നൂർ സിവിൽ സ്റ്റേഷന്റെ മുകളിലുള്ള മട്ടുപ്പാവ് കൃഷിയുടെ വിശേഷങ്ങളാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അവസരം കിട്ടിയാൽ കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുള്ളവരാണ് ഒട്ടുമിക്ക മലയാളികളും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. കൃഷി ചിലപ്പോഴൊക്കെ മികച്ച ഒരു നേരംപോക്ക് കൂടിയാണ്. വിഷമരുന്നുകളും മറ്റും തളിച്ച് ശരീരത്തിന് ഹാനികരമാകുന്ന പച്ചക്കറി വാങ്ങിക്കഴിക്കാൻ വിധിക്കപ്പെട്ട മലയാളികൾക്ക് അല്പസമയം നീക്കിവെക്കാൻ സാധിക്കുമെങ്കിൽ ഒരു മനോഹരമായ അടുക്കളത്തോട്ടം വീടിന്റെ ടെറസിൽ തന്നെ നിർമ്മിച്ചെടുക്കാം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സിവിൽ സ്റ്റേഷന്റെ മട്ടുപ്പാവിലെത്തിയാൽ മനസ്സു കുളിർക്കുന്ന ഒരു കാഴ്ച കാണാം. തക്കാളിയും വെണ്ടയ്ക്കയും പച്ചമുളകും വഴുതിനങ്ങയും ചീരയും തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ ഒരുവിധം പച്ചക്കറികളൊക്കെയും ഇവിടെ നട്ടുപരിപാലിക്കുന്നുണ്ട്. ഒപ്പം മിക്ക ദിവസങ്ങളിലും വിളവെടുത്ത് ശുദ്ധമായ പച്ചക്കറി ആവശ്യക്കാർക്ക് അപ്പോൾ നൽകുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നഗരപ്രദേശങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല. ആകെ അവർ കൃഷി ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ മട്ടുപ്പാവിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ളൊരു മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മട്ടുപ്പാവിൻ്റെ മുകളിൽ ഒരുപാട് മണ്ണ് കയറ്റുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബലക്ഷയം. ഒരു 10-15 കിലോ ആണ് ഒരു ഗ്രോ ബാഗിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് വരുന്നത്. അങ്ങനെ ഒരു 10-50 ഗ്രോ ബാഗ് വെക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മേൽമണ്ണ് കിട്ടാനില്ലാത്തൊരു പ്രശ്നം. ഇവിടെ മേൽമണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം 4-5 സെൻറ്റാണ് സ്ഥലമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ മേൽമണ്ണ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നൊരു കാര്യം, ഈ മട്ടുപ്പാവ് കർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളൊരു ടെക്നോളജി വേണം എന്നൊരു ആശയത്തിൻ്റെ പുറത്താണ് ഞങ്ങളൊരു ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ണ് വേണ്ട എന്നത് തന്നെയാണ്. തിരിനനയിലൂടെ ആവശ്യത്തിന് ജലസേചനവും നൽകാം എന്ന മറ്റൊരു പ്രത്യേകതയും ഇതിനുണ്ട്. കേരളത്തിലെ ടെറസ് കൃഷിക്കൊരു അനുകരണീയ മാതൃക എന്നുള്ള രീതിയിൽ ചാത്തന്നൂർ കൃഷിഭവൻ വികസിപ്പിച്ചെടുത്ത ഒരു മോഡലാണ് മട്ടുപ്പാവിലെ മണ്ണില്ലാ കൃഷി എന്ന് ഈ കൺസെപ്റ്റ്. നമുക്കറിയാം, ടെറസ് കൃഷിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിൻ്റെ താങ്ങുന്ന ഭാരത്തിൻ്റെ പ്രശ്നം, അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വളവും വെള്ളവും ടെറസിന് കേടുണ്ടാക്കുമോ എന്നുള്ളൊരു ഭയം, അതുപോലെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് വഴി ഉണ്ടാകുന്ന ചില സാംക്രമിക രോഗങ്ങൾ മൂലം കൃഷി നശിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ മട്ടുപ്പാവിലെ മണ്ണില്ലാ കൃഷി നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ്, അതുപോലെ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, നമ്മൾ പാഴാക്കി കളയുന്ന ന്യൂസ് പേപ്പർ എന്നിവ ഉപയോഗിച്ച് വളരെ ഭാരം കുറഞ്ഞ രീതിയിൽ ഇത് നമ്മൾ മിശ്രിതം നിറയ്ക്കുന്നു. പിന്നെ എപ്പോഴും ടെറസിലൊക്കെ കയറി നനയ്ക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പിലൂടെ വെള്ളം നിറച്ച് അത് ഒരു തിരിമുഖേന ഈ ഗ്രോ ബാഗിനകത്തേക്ക് എത്തിക്കുന്ന തിരിനന എന്ന് പറയുന്ന ടെക്നോളജിയും കൂടി ഇതുമായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാതൃക കേരളത്തിലെ ടെറസ് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അനുകരണീയമാണ്. അവരുടെ ടെറസ് നശിച്ചു പോകുമോ എന്നുള്ള വേവലാതി വേണ്ട. ഈ ഗ്രോ ബാഗ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉള്ള ഭാരം ഒരു പ്രശ്നമല്ല.
മാത്രമല്ല തക്കാളി, വഴുതന, മുളക് പോലുള്ള കൃഷികൾ വാട്ടരോഗം വന്ന് നശിക്കുന്ന ആ പ്രശ്നത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാണ്. അപ്പോൾ ഇത് കേരളത്തിലൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മണ്ണില്ല കൃഷിക്കായി എങ്ങനെ ഗ്രോ ബാഗ് ഒരുക്കാം എന്ന് നോക്കാം. ഗ്രോ ബാഗ് കൂടാതെ വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ ചാണകപ്പൊടി, ചകിരിച്ചോറ് അഥവാ കയർപെറ്റ് കമ്പോസ്റ്റ്, വേസ്റ്റ് ന്യൂസ് പേപ്പർ എന്നിവയാണ്. ഈ കൂട്ടിന്റെ അസിഡിറ്റി ബാലൻസ് ചെയ്യാൻ സോളമൈറ്റും ചേർക്കണം. തിരിനനയാണ് ജലസേചനത്തിനായി ഉപയോഗിക്കേണ്ടത്. അതിനായി ഒരു തിരി വേണ്ടിവരും. ആദ്യം തന്നെ ഗ്രോ ബാഗിൽ തിരി കയറ്റാൻ പാകത്തിന് ഒരു ദ്വാരമിടുക. അതിലൂടെ തിരി മുകൾ വരെ കയറ്റി വെച്ച ശേഷം ആദ്യമായി വേസ്റ്റ് പേപ്പറുകൾ വെച്ച് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കണം. പേപ്പർ ലെയറുകൾക്ക് മുകളിലേക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റ് നിറയ്ക്കുക. അത് നന്നായി അമർത്തിയ ശേഷം വീണ്ടും പേപ്പർ ലെയർ നിറയ്ക്കുക. അതിനു മുകളിലായി ചാണകപ്പൊടി നിറയ്ക്കണം. ചാണകപ്പൊടി നിറച്ച ശേഷം വീണ്ടും അല്പമായി ചകിരിച്ചോറ് കമ്പോസ്റ്റും നിറയ്ക്കാം. അതിനു മുകളിലായി വീണ്ടും വേസ്റ്റ് പേപ്പർ ലെയർ ചെയ്യുക. വീണ്ടും ചകിരിച്ചോർ കമ്പോസ്റ്റ് നിറച്ച് പേപ്പറുകൾ വെച്ച് അമർത്തുക. അതിനു മുകളിലേക്ക് ചാണകപ്പൊടി വീണ്ടും ഇട്ട് നന്നായി അമർത്തണം. ഇതിനു മുകളിലായി സോളോമൈറ്റ് വിതറി 7 ദിവസം വെക്കണം. ദിവസവും അല്പം വീതം വെള്ളമൊഴിച്ചു കൊടുത്താൽ തൈ നടാനുള്ള മണ്ണില്ല ഗ്രോ ബാഗ് തയ്യാർ. സാധാരണ നമുക്ക് തിരുനല സമ്പ്രദായത്തിൽ മണ്ണ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാപ്പിലറി ആക്ഷൻ വളരെ കുറവായിരിക്കും. അതേസമയം നമ്മൾ കുറച്ചുകൂടെ ലൂസ് മീഡിയമായിട്ടുള്ള പത്രക്കടലാസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജലം വലിച്ചെടുക്കും. അപ്പം കുറച്ചുകൂടെ വാട്ടർ യൂസ് എഫിഷ്യൻസി കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാധാരണ ഒരു ഗ്രോ ബാഗ് കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഒന്ന് വെയിറ്റ് കുറവ്, രണ്ടാമത് മണ്ണ് വേണ്ട, ഈൽഡ് വളരെ കൂടുതലായിരിക്കും, പെസ്റ്റ് ആൻഡ് ഡിസീസ് കുറവാണ്, പിന്നെ മട്ടപ്പാവിൻ്റെ ബലക്ഷയം ഒഴിവാക്കാൻ പറ്റും, ചോർച്ച ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രീതി വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിലുള്ള ഒരു ഈൽഡിനെ അപേക്ഷിച്ച് 1-2 ഇരട്ടിയാണ്, 2-3 ഇരട്ടിയാണ് നമുക്ക് ഈൽഡ് അധികം കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും മറ്റേതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനോടകം നിരവധി വീട്ടമ്മമാരാണ് ഈ മണ്ണില്ലാ മട്ടുപ്പാവ് കൃഷി സ്വന്തം വീടുകളിൽ യാഥാർത്ഥ്യമാക്കിയത്. ചാത്തന്നൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ഒരു വീടും MS പ്രമോദും ഷിബുകുമാറും നമുക്ക് കാട്ടിത്തന്നു. ഒരു മാസം കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തും. 1.5 മാസം ആകുമ്പോൾ വിളവെടുപ്പ് നടത്താം. ഈ കൃഷിഭവനിലെ ഷിബു സാറും പ്രമോദ് സാറും പിന്നെ എൻ്റെ ആങ്ങള കൃഷി അസിസ്റ്റൻ്റ് അനിൽകുമാറോടാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവരെ മുന്നിട്ടിറങ്ങിയ എനിക്കിങ്ങനെ ഒരു പ്രചോദനം തന്ന് ഞാൻ ഇവിടെ വരെ എത്തി. 2 പ്രാവശ്യമായിട്ട് കൃഷി ചെയ്ത് നല്ല വിജയമായിരുന്നു. മണ്ണില്ലാതെയും ഇനി കൃഷി ചെയ്യാമെന്ന ഈ ഹരിത വിപ്ലവം പ്രാവർത്തികമാക്കിയ ചാത്തന്നൂർ കൃഷി ഓഫീസർ MS പ്രമോദും ചാത്തന്നൂർ ബ്ലോക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ N ഷിബുകുമാറും മലയാളികളുടെ മറന്നു തുടങ്ങിയ അടുക്കള കൃഷിത്തോട്ടത്തിന് പുത്തൻ ഉണർവാണ് നൽകുന്നത്. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മളൊരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് വെക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടി, കാര്യം ഞങ്ങൾ ആദ്യം തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാർക്ക് ഇങ്ങനൊരു ആശയം പറഞ്ഞപ്പോൾ പലരും ആദ്യം മുന്നോട്ട് വന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഒരെണ്ണമൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ആകെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിന് 12,500, എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിനുള്ള കോസ്റ്റ് 12,500 അതിൽ 75% സബ്സിഡിയാണ്. എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമാണ്. എന്ന് പറഞ്ഞാൽ 9,375 രൂപ ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കും. ബാക്കി 3,125 രൂപ മാത്രം കർഷകർ വനിതാ പ്രോജക്റ്റാണ്, കർഷകർ അടച്ചാൽ മതി. അപ്പോൾ ഈ 3,125 രൂപ ചാത്തന്നൂർ അഗ്രോ സർവീസ് സെൻ്ററിൽ 3,125 രൂപ അടയ്ക്കുമ്പോൾ അവർ ആ യൂണിറ്റ് അതേ കണക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത. അപ്പം കർഷകരൊന്നും അറിയണ്ട, 3,125 രൂപ അഗ്രോ സർവീസ് സെൻ്ററിൽ അടച്ചു കഴിഞ്ഞാലും ഈ യൂണിറ്റ് അതാത് വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, എല്ലാ യൂണിറ്റും. കാര്യം തന്നെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ജസ്റ്റ് ഇറിഗേഷനും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള മന്യൂറിങ് മാത്രമേ ഉള്ളൂ ജോലി, ജസ്റ്റ് മാനേജ് ചെയ്താൽ മാത്രം മതി. വിഷരഹിത പച്ചക്കറി എന്നത് മാത്രമല്ല, അധികം അധ്വാനമില്ലാതെ സ്വന്തം വീട്ടിൽ സ്വന്തമായി വിളയിക്കുന്ന പച്ചക്കറി കൂട്ടി സംതൃപ്തിയോടെ ഊണ് കഴിക്കാമെന്നൊരു വലിയ സന്തോഷം കൂടി ഇതിലുണ്ട്. ഇതൊരു മികച്ച മാതൃകയാണ്. മണ്ണില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു നല്ല കൃഷി രീതി. ഇത്തരത്തിലൂടെ നമുക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികളെങ്കിലും നമുക്ക് സ്വന്തമായി കൃഷി ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള പുതുമയാർന്ന വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ കൃഷിയുഗത്തിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.